അപ്പം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു. അപ്പോൾ എനിക്ക് ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസൊക്കെ അതിൻ്റെ അവസാനത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഡിസംബർ 25 വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം ഇനി ബാലൻസ് ഉള്ളത് എൻ്റെ എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് ഒന്ന് തുറക്കൽ മാത്രമാണ്. ബാക്കി എല്ലാം ഫുഡായിട്ടും പിന്നെ ക്രിസ്മസിൻ്റെ പുൽക്കൂട് എല്ലാം കഴിഞ്ഞ് ഇനി ആ കൂടെ ഈ ഗിഫ്റ്റ് മാത്രം ഒന്ന് ഓപ്പൺ ആക്കാനുണ്ടായുള്ളൂ. അപ്പോൾ ഞാനത് ഓപ്പൺ ഒന്ന് ആക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. ഉണ്ണീശോനെയും പിന്നെ അതുപോലെ ഹാൻഡ് കർച്ചീഫും പിയേഴ്സിൻ്റെ സോപ്പും കൊന്തയും വെന്തിങ്ങയും എന്ന് വേണ്ട സകലവിധ സാധനങ്ങളും എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് വേണ്ടി തന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡൊക്കെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെയൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ണീശോ തന്നെയാണ്. ഉണ്ണീശോനെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണേണ് ഉണ്ണീശോനെ കിട്ടണമെന്ന്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു എനിക്ക് കിട്ടുന്നത്. ചെറിയൊരു സ്റ്റാച്ചു എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റാച്ചുവാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അത്രയും എനിക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയതിൽ ഞാൻ സംതൃപ്തി എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ ഞാൻ ഒത്തിരി ഹാപ്പിനെസ് മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് തേഴ്സ്ഡേ ആണ്, ഡിസംബർ 25 വൈകുന്നേരത്തോടെ അടുക്കുന്നു. ആ സമയത്താണ് ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയത്. അങ്ങനെ എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിരിക്കണമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കുറേ സ്പിരിച്വൽ ഐറ്റംസാണ് എനിക്ക് കിട്ടിയേക്കണം. അതിൽ കുറച്ച് നമുക്ക് മേക്കപ്പ് ഐറ്റംസ് പോലത്തെ ഉള്ള പോൺസും അതുപോലെ ബിയർഡ് സോപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാം എനിക്ക് സ്പിരിച്വൽ ഐറ്റംസാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങളാണ്, കുഞ്ഞു സന്തോഷങ്ങൾ എന്ന് പറയുന്ന പോലെ കുഞ്ഞു സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത്. പിന്നെ നോക്കി ഒരു പിയേഴ്സിൻ്റെ സോപ്പ്, 2-3 സോപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ പിയേഴ്സിൻ്റെ സോപ്പ് കിട്ടി കുറച്ച് നാൾ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ സാധനങ്ങൾ. നിങ്ങൾക്കൊരു കാണാൻ പറ്റുന്ന ഒരു കുപ്പിയുണ്ട്, നിങ്ങൾ ഒരു മാതാവിൻ്റെ പിക്ചറൊക്കെ അതിൽ ഒട്ടിച്ചു വെച്ച ഒരു കുപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ കുപ്പിയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് വാട്ടറും ഓയിലൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാനത് വേഗം പോയിട്ട് വെഞ്ചരിച്ച വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ണീശ്വരൻ കിട്ടിയത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത്. ഈശോനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് തന്നു. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഉണ്ണീശ്വരനെ കിട്ടണമെന്ന്. ആ ഗിഫ്റ്റ് തന്നെ എനിക്കിന്ന് ലഭിച്ചു. അപ്പം ഒത്തിരി സന്തോഷം. അപ്പോൾ ഒരു 2 വരി പാട്ടും കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ട് ഈ ഒരു പാട്ടും കൂടി കേൾക്കണേ. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ട്. അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. രാജാതിരാജനേ എൻ്റെ മാർഗ്ഗദീപമേ, എൻ ജീവധാരയിൽ ചൈതന്യമാകണേ, ഉൾക്കോട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ.